മത്സരിക്കാൻ തനിക്ക് മോഹമുണ്ടെന്ന് സൂചന നൽകി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുതിർന്ന നേതാക്കളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സീനിയർ നേതാക്കൾ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചെറുപ്പക്കാർക്കും പരിഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഒരിക്കലും തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സം നിന്നിട്ടില്ലെന്നും കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നത് KPCC അധ്യക്ഷനായിരുന്നതാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്നും പാർട്ടി എന്തു പറഞ്ഞാലും താൻ അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വരികൾക്കിടയിൽ നിന്ന് അർത്ഥം വായിച്ചോളൂ എന്നും പറഞ്ഞ മുല്ലപ്പള്ളി MP മാർ മത്സരിക്കുന്ന കാര്യം AICC തീരുമാനിക്കട്ടെ എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. UDF-ൽ മുന്നണി വിപുലീകരണം ആവശ്യമാണ്. LDF-ലെ അസംതൃപ്തർ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം ചർച്ചയായിട്ടില്ലെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. കിട്ടിയ അവസരം മുതലെടുക്കുന്ന രീതി മുസ്ലിം ലീഗിനില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. സീറ്റുകൾ വെച്ചുമാറൽ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ തെറ്റാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നിയമസഭയിൽ മത്സരിക്കാൻ 3 ടേം എന്ന വ്യവസ്ഥ തീരുമാനിക്കേണ്ടത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണെന്നും എന്നാൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയവും ചർച്ചയായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.